ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഡിസംബറിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡിസംബർ 1 എടുത്ത വീഡിയോ ആണ്. അന്ന് നമുക്ക് വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായിരുന്നു കേട്ടോ. അവർ ദുബൈയിൽ നിന്ന് വന്നതാണ് നാഷണൽ ഡേയുടെ ഹോളിഡേയ്സിന്. അപ്പം അവർ തലേദിവസം വന്നായിരുന്നു കേട്ടോ. തലേദിവസം നൈറ്റ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വന്നപ്പോൾ നമ്മൾ ബീഫല്ല കപ്പ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമാണ് കേട്ടോ. ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടയാണ് ഉണ്ടാക്കിയത്. പിന്നെ തലേദിവസത്തെ കപ്പ ബിരിയാണി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പം ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് അപ്പം തീരുന്ന മുറയ്ക്ക് ചൂടോട് കൂടി കൊണ്ട് കാസറോളിൽ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. കാരണം നേരത്തെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ രസമില്ലല്ലോ, ചൂടോട് കൂടി കഴിക്കുമ്പോഴല്ലേ രസം. അപ്പോൾ ലഞ്ചിന് എന്താ ഉണ്ടാക്കണ്ടേ, ബിരിയാണി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എപ്പോഴും ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സാധാ ചോറും കറിയും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാധാ ചോറും കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. ടൊമാറ്റോ കറി, ബീഫ്, സാലഡ്, പപ്പടം, നമ്മുടെ മത്തി ഫ്രൈ, ബീൻസ് തോരൻ, ഇതൊക്കെയാണ് കേട്ടോ ലഞ്ചിന് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള ലഞ്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയേക്കാളും അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് നല്ല കോൾഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ദിവസം എടുത്തു എനിക്കതൊന്ന് മാറാനായിട്ട്. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ഹസ്ബൻഡും മക്കളും എല്ലാവരും ഇവരെയും കൂട്ടിയിട്ട് നമ്മുടെ സില ബീച്ചിലും അതുപോലെ തന്നെ UAE ബോർഡറൊക്കെ കാണാനായിട്ട് പോയി. എന്നിട്ട് ഈവനിങ് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് സൗദി കിച്ചണിലാണ് പോയത് കേട്ടോ. ഇപ്പോൾ ചിക്കൻ മന്തിയും മട്ടൻ മത്ഫൂണൊക്കെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പം നൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ റുവൈസിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി എന്നിട്ട് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളവരെ അബുദാബിയിലേക്ക് കൊണ്ടാക്കിയിട്ട് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവർ നമ്മളൊരു 12 മണിയൊക്കെ 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ അൽവദ മാളിൽ കയറി. പതിവ് പോലെ ക്രിസ്മസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോം സെൻറ്ററും ഐക്യ, വൺ സോൺ, പിന്നെന്താണ് ഹോം ബോക്സ്, ഓസി ഹോംസ്, അങ്ങനെയുള്ള കുറേ കടകളൊക്കെ വെറുതെ ഒന്ന് കയറി ഇറങ്ങി ചെറിയ 1-2 സാധനങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം വീണ്ടും ലഞ്ച് കഴിക്കാനായിട്ട് ലേറ്റായിട്ട് ഒരു 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ അൽവദ മാളിൻ്റെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന റഹ്മത്ത് കാലിക്കട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സ്ഥിരം സ്ഥലം അതാണ് കേട്ടോ, അൽവദ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു ഈവനിങ് 4 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ഇനി നമ്മൾ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് വെടിക്കെട്ട് കാണാനാണ് പോകുന്നത് കേട്ടോ. നാഷണൽ ഡേയുടെ വെടിക്കെട്ടുണ്ട്. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിന് അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ ബ്ലോക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഫെസ്റ്റിവലിന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവർ നമ്മുടെ വണ്ടി ഡയറക്റ്റ് ചെയ്ത് മാറ്റി വിട്ടു കേട്ടോ വേറെ വഴിയിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ദൂരെ ഒരു സ്ഥലത്ത് പോയി നിന്ന് വേണം കാണാനായിട്ട്. അപ്പം അത്രയൊക്കെ ഒത്തിരി ദൂരെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല കേട്ടോ.
അപ്പോൾ അതിനുശേഷം ഇത് ഡിസംബർ 11-നാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 അടുപ്പിച്ച് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ മാത്രം ഒരു 7 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് നമുക്ക് പോകുന്നത് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. മോൻ്റെ പേരൻറ്റ്സ് മീറ്റിങ്ങിന് നമ്മൾ പോയിട്ടില്ലായിരുന്നു, അപ്പോൾ അതിന് പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെൻറ്റിന് കൊടുത്തേക്കുന്ന വീടും ഒക്കെ ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കുന്നതാണ്, ഗേറ്റ് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ D49 ആണ് എൻ്റെ ഗേറ്റ് കേട്ടോ. നോർമലി ഈ റൈറ്റ് സൈഡിലേക്കായിരിക്കും എനിക്ക് പോകേണ്ടത്, ഇത്തവണ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ പോകുന്നവർ ലോഞ്ച് യൂസ് ചെയ്യാനുള്ളവർ ട്രാവൽ കാർഡ് മാസ്റ്റർ കാർഡും വിസ കാർഡും ഉള്ളവരാണെങ്കിൽ അതിൻ്റെ രണ്ടും ആപ്പ് മസ്റ്റായിട്ടും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇപ്പം സ്ട്രിക്റ്റ് ആയിട്ട് ലോഞ്ചിൽ അവർ ആപ്പ് നോക്കിയിട്ടാണ്, അതായത് നമ്മുടെ ഫോണിലെ ആപ്പ് കാണിച്ചു കൊടുക്കുമ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ലോഞ്ച് ആക്സസ് തരുന്നത്. അതുപോലെ നിങ്ങൾ സപ്ലിമെൻ്ററി കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസിലുള്ള നെയിമും അതുപോലെ കാർഡ് ഹോൾഡറിൻ്റെ പേരും സെയിം ആയിരിക്കണം. അത് അവർ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പല വീഡിയോയിലും കമൻറ്റായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ സെപ്പറേറ്റ്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രൈമറി കാർഡിൻ്റെ സപ്ലിമെൻ്ററി കാർഡാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കാർഡ്സ് ആഡ് ചെയ്തിടുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ അവിടെ ചെല്ലുമ്പോഴത്തേനും ഓക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ അവർ ആ നെയിം മിസ് മാച്ച്, ബോർഡിംഗ് പാസിലെ നെയിം ഒന്നും അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ പേര് വേറൊന്നും ആണെങ്കിൽ അത് പറ്റത്തില്ല എന്നാണ് പറയണത്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ലോഞ്ചിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. സെയിം ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ ഒരു 11:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കൗണ്ടറിൽ ബ്രേക്ക്ഫാസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ലഞ്ചിൻ്റെ കൗണ്ടറിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിനുശേഷം ഉച്ചത്തെ പ്രെയറിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഞ്ചിനുള്ളിൽ തന്നെ നമുക്ക് പ്രെയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഗേറ്റിലേക്ക് പോയത്. ഞാൻ അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രോളി ബാഗ് കയ്യിലുള്ളവർക്ക് വേണമെങ്കിൽ അത് നമുക്ക് അവരെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഫ്ലൈറ്റ് ഫുള്ളാണ്. അപ്പം മുകളിലുള്ള ബർത്ത് സ്പേസ് ഉണ്ടാവില്ല, കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളവർ കൊടുക്കുകയാണെങ്കിൽ അവർ ലഗേജിലേക്ക് നമ്മുടെ ട്രോളി ബാഗുകൾ ആക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോഴത്തേനും പക്ഷേ അവർ പൊട്ടുന്ന സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ഒരു 2-3 മഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്ന് ഞാൻ കൊടുത്തില്ല കേട്ടോ. എൻ്റെ ബാഗ് സൈസ് ചെറുതായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ബാഗ്. ഇത് ഓക്കെ, മുകളിലെ ബർത്തിൽ ഫിറ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ സൈസ് നമ്മുടെ ഹാൻഡ് ബാഗിന് ടോട്ടൽ 10 കിലോ ആണ് വരേണ്ടത് കേട്ടോ. നമ്മുടെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗും അതിൻ്റെ കൂടെയുള്ള ഈ ക്യാബിൻ ബാഗും കൂടെ കൂട്ടിയിട്ടാണ് 10 കിലോ. അതുപോലെ തന്നെ ഈ ഒരു ക്യാബിൻ ബാഗിൻ്റെ ഡയമെൻഷൻ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യും. To ensure smooth boarding process and prevent any delays, we kindly request passengers with trolley bags to come forward at the gate for the baggage collection. In behalf of Air Arabia, we appreciate your cooperation. Thank you. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാണ് കുറച്ച് ഫോട്ടോസ് മാത്രം കാണിക്കുന്നത്. ഞാൻ റെൻറ്റിന് കൊടുത്തിട്ടുള്ള വീട് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അതാ നാട്ടിൽ കുരുമുളകും ചക്കയും പുളിയും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ പോയി നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതായത് ഇതൊരു ഗിഫ്റ്റാണ് കേട്ടോ. ബാങ്കിൽ നിന്ന് നമുക്ക് ക്രിസ്മസിന് വന്നൊരു ഗിഫ്റ്റാണ്. കുറച്ച് നട്ട്സും കാർഡ് ഹോൾഡറും ഒരു പെന്നും ഒരു ഡയറിയും ഒക്കെ ആയിട്ട് ഒരു നല്ല ഗിഫ്റ്റ്. അപ്പോൾ ഇത് വേറൊരു വീടുള്ളത്, അത് നമ്മുടെ ഇങ്ങനെ മോശമായിട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു ആ ഒരു 7 ദിവസവും. അപ്പോൾ അതിനുശേഷം ഇത് റിട്ടേൺ വരുവാണ് കേട്ടോ. ഡിസംബർ 19 റിട്ടേൺ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിയിലെ നോർമൽ നമ്മുടെ എർത്ത് ലോഞ്ചിൻ്റെ ആ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പഴയ ലോഞ്ച് ഇപ്പോഴത്തെ പ്രീമിയം ലോഞ്ചാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ബിസിനസ് ക്ലാസ്സിനും ഫസ്റ്റ് ക്ലാസ്സിനും വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ലോഞ്ചാണ്, റൈറ്റ് സൈഡിലുള്ള ലോഞ്ച്. അത് പുതിയ രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഫുഡ്സാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അതുപോലെ തന്നെ ചോയ്സും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് മറ്റത്തെ ലോഞ്ചിൽ കുറച്ചുകൂടെ കിടക്കാനുള്ള ഒരു ഏരിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്രയില്ല. പക്ഷേ എന്നാലും സ്പേസ് കൂടുതലാണ്, കഴിക്കാനിരിക്കാനുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.